ഹലോ ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കമ്പനിയിലെ എല്ലാ ഡീലിങ്സും പൂർത്തിയാക്കിയിട്ട് നയനയും ആദർശും കൂടെ വളരെ സന്തോഷത്തോടുകൂടി വീട്ടിൽ വന്ന് കയറുകയാണ്. അപ്പോൾ അനി വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അനിയോട് ചോദിക്കുന്നത്, എന്താടാ നിനക്ക് പറ്റിയേ, നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ഇപ്പോൾ തന്നെ അബി കണ്ടില്ലേ, നമ്മുടെ ആ ഒരു കമ്പനിയുടെ സ്റ്റാഫായിട്ടാണ് ഇപ്പം അവൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അത് നീ തന്നെ ഇനി കൈകാര്യം ചെയ്യണം കേട്ടോ അനി എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ നടന്നാൽ പോരാ. ഇവിടെ ജോലി എനിക്ക് വേറെ ആളുകളുണ്ടല്ലോ, വല്യച്ഛനും ചിറ്റപ്പനും ഒക്കെ ഉണ്ടല്ലോ നോക്കാനായിട്ട്. പിന്നെ എൻ്റെ ആവശ്യം ഇനിയിപ്പോൾ എന്താ, സമയമാകുമ്പോൾ അതൊക്കെ ചെയ്യാം. നീ കവിത എഴുതിക്കൊണ്ട് നടന്നോ? പിന്നെ കവിത എഴുതി നിൻ്റെ മെൻ്റലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനൊക്കെ നയനെ നീയാണ് കാരണക്കാരി, നീയാണ് ഇവൻ്റെ എഴുതിയ കവിതയെല്ലാം എഴുതി വെച്ച് പ്രസിദ്ധീകരിച്ചതും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കട്ടോ. അപ്പോൾ അനി പറയുന്നുണ്ട്, എനിക്കൊന്നും കേൾക്കാൻ നേരല്ലേ, എടുത്തിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ആദർശിൻ്റെ സംശയമാവും കേട്ടോ, എന്താണ് അനി ഇങ്ങനെ പ്രത്യേകിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നതെന്ന്. അപ്പം നയനയോട് നമ്മുടെ അനി പറയുന്നുണ്ട്, വളരെ വിഷമത്തിലാണ് വീട്ടിൽ. അവിടെ ഇനിയിപ്പം 1,00,000 രൂപയെങ്കിലും പലിശ കൊടുക്കാതെ വീട് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും മറിച്ച് 1,00,000 രൂപ ഞാൻ തരട്ടെ നയനേച്ചി, അവിടെ കൊടുക്കാവോ ചോദിച്ചു. വേണ്ട, അതൊന്നും ആവശ്യമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അത് ചെയ്തോളാം. നേരത്തെ ആണെങ്കിൽ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതാണെങ്കിലും അതിൽ നിന്നൊരു വരുമാനം ഉണ്ടായിരുന്നു. ഇപ്പം അതും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല. എങ്ങനെയും നമുക്ക് ആ വീട് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പോവാണ് നയന. അത് കണ്ടിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം, അവൻ എന്തിനാ വിളിച്ച്? ഒന്നുമില്ല, അതൊരു കവിതയുടെ കാര്യം പറയാൻ. അതിന് നീ എന്തിനാ കരഞ്ഞ് കണ്ണ് നനഞ്ഞിരിക്കുന്നല്ലോ? ഞാൻ കരഞ്ഞില്ല, അത് പൊടി എങ്ങാനും പോയതായിരിക്കും. പൊടി പോയാലും എന്തായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിനക്ക് തുറന്ന് പറയാം എന്നോട്. എന്തൊക്കെയാണെങ്കിലും വേറൊരാളോട് പറയുമ്പോൾ ചിലപ്പോൾ പരിഹാരം കിട്ടും. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോവാട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നയനയാണെങ്കിൽ നേരെ കിച്ചണിൽ പോയി പാല് കാച്ചാണ് ചായക്ക് വേണ്ടിയിട്ട്. പാല് പൊങ്ങി നിറഞ്ഞ് കളഞ്ഞിട്ടും നയന അറിയുന്നില്ല, കാരണം വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ് മനസ്സിൽ. അപ്പോൾ അനിയുടെ മോഡും എന്ന് പറയാം, എന്താ മോളെ ഇത്, നിൻ്റെ മനസ്സിവിടെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് നയന ആരോടും പറയുന്നില്ല കേട്ടോ. അങ്ങനെ ചായയും കോഫിയും ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് എല്ലാവർക്കും മാറിപ്പോവാണ്. ആദർശിൻ്റെ അച്ഛന് കൊടുക്കുന്നത് ചായയും അതുപോലെ തന്നെ മുത്തശ്ശി കൊടുക്കുന്ന കോഫിയൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. ഇതുവരെയായിട്ട് നയനയ്ക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലോ. പിന്നെ എന്താ നിൻ്റെ ശ്രദ്ധ എവിടെയൊന്നും അല്ലേന്ന് ചോദിക്കുമ്പോൾ ആദർശിന് മനസ്സിലാവുക. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എടാ അവൾക്ക് എന്തോ വിഷമമുണ്ട്, നീ അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കേണ്ട ഒരു ഭർത്താവിൻ്റെ കടമയാന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ഇതിന് മുന്നേ അനിയോട് ചോദിക്കുന്നുണ്ട് ആദർശ്, എന്താ കാര്യമെന്ന്, നീ എന്താ നയനോട് പറഞ്ഞത്? അപ്പോൾ അനി പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിന് ഭാര്യയുടെ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ, ചോദിച്ച് മനസ്സിലാക്കണം, അല്ലാണ്ട് ഞാൻ പറയില്ല എന്നിങ്ങനെ അനിയും പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ കിച്ചണിലേക്ക് ചെന്നിട്ട് നയനയുടെ കാര്യം ചോദിക്കണം, നിനക്ക് എന്താ പറ്റിയ, എന്തെങ്കിലും ഒന്ന് തുറന്ന് പറ. എനിക്കൊന്നുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് നയന പറയാണ്. പക്ഷേ ആദർശിന് വിശ്വാസമാവുന്നില്ല. എന്നാലും നിൻ്റെ വീട്ടിലോ പൈസയ്ക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടോ പറ എന്നിട്ട് നയന ഒന്നും പറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വരുമ്പോൾ നമ്മുടെ നയനയോട് ആദർശ് വീണ്ടും ചോദിച്ചിട്ട് കുറച്ച് കാശ് നയനയ്ക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് മുന്നേടെ അവൾ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഡിസൈന്, അതെടുത്ത് വെച്ച് നോക്കിയിട്ട് ഇന്നലെ വരച്ച ഡിസൈൻ ഒന്ന് കാണിച്ചതെന്ന് പറയണം. അങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ആദർശ് പറഞ്ഞാൽ കൊള്ളാമല്ലോ, സൂപ്പറായിട്ടുണ്ട്, ഫെൻറ്റാസ്റ്റിക് എന്ന് പറയാം. അപ്പോൾ നയന താങ്ക്സും പറയുന്നുണ്ട്. അങ്ങനെ അതിന് പൈസ കൊടുക്കണം കേട്ടോ. ഇത് 1,00,000 രൂപ ഉണ്ട്, ഇത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. എനിക്കെന്തിനാ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനിത് വെറുതെ തന്നേന്നുമല്ല, നീ പണി ചെയ്തതിനുള്ള കൂലിയാണ്. നീ ഡിസൈനൊക്കെ ചെയ്ത് ഇന്നലെ നമ്മുടെ ആ ഒരു എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്ത് നീ കാരണമില്ലേ, അതിനുള്ള കൂലി. ഇതിപ്പോൾ നീയല്ല വേറൊരാളാണ് ചെയ്തതെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഞാൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ പവിത്രയ്ക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ, പവിത്രയെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, എന്നിട്ടും ഞാൻ കൊടുക്കുന്നില്ലേ, അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതി. നീ ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നയന അത് വാങ്ങുകയാണ്. ആ 1,00,000 രൂപ മതിയല്ലോ വീട്ടിലിപ്പോൾ തൽക്കാലം ഒരു ആശ്വാസത്തിന്. അങ്ങനെ ഭയങ്കര ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. വീട്ടിലാണെങ്കിൽ അവിടെ ആണെങ്കിൽ ഭയങ്കര ടെൻഷനും ഒക്കെയാണ്. കനകദുർഗയും അതുപോലെ തന്നെ നന്ദുവും വീട് വിറ്റ് പോകുമല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു ടെൻഷനിൽ കാര്യത്തിൽ അവർ നിൽക്കണം കേട്ടോ. അങ്ങനെ നയനയ്ക്ക് കിട്ടിയ പൈസ നയന ഭദ്രമായിട്ട് കൊണ്ട് വയ്ക്കുകയാണ്. അത് വീട്ടിലേക്ക് കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അതാണ്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്